ഇനി ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ പണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് 2-3 ഇയേഴ്സ് ബാക്ക് കുറവായിരുന്നു. എന്നാൽ യു പി എസ് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് യു പി എസ് പിന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജോഗ്രഫി ടോപ്പിക്സ് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 4 headings. One is this physical geography, one is Indian and world geography, one is human geography. For physical geography, so basically you know this geomorphology ഉണ്ട്, പിന്നെ ഓഷ്യനോഗ്രഫി ഉണ്ട്, ക്ലൈമറ്റോളജി ഉണ്ട്. ഇത്തരം ടോപ്പിക്സ് ബേസിക്കലി യു പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മൂന്നിൽ നിന്ന് ബേസിക്കലി പിന്നെ ജിയോമോർഫോളജിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ യു പി എസ് സി ചോദിക്കാറില്ല. എന്നിരുന്നാലും ക്ലൈമറ്റോളജിയാണ് യു പി എസ് സി അത്യാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളത്. സോ ഓഷ്യാനോഗ്രഫിയിൽ നിന്നും കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ യു പി എസ് സി ചോദിച്ചിട്ടില്ല. സോ ഈ 3 ടോപ്പിക് എടുക്കുകയാണെങ്കിൽ 3 ടോപ്പിക്കിൽ കുറച്ചും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ക്ലൈമറ്റോളജിയാണ്. ഫൈൻ. പിന്നെ ജിയോമോർഫോളജിയിൽ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യു പി എസ് സി ചോദിക്കാറുണ്ട്. ഈ പറയുന്ന എർത്ത് വേവ്സ് അത്തരം കാര്യങ്ങൾ യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. പിന്നെ റിഗാർഡിങ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു ക്ലൈമാറ്റ്, ഇന്ത്യയുടെ സോയില്, ഇന്ത്യയിലെ റോക്സ്, ഇന്ത്യയിലെ വെജിറ്റേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ യു പി എസ് എന്താക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ യു പി എസ് വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ഇന്ത്യയിലെ ഡ്രെയിനേജ്, ഇന്ത്യയിലെ മൗണ്ടെയിൻ സിസ്റ്റം, ഇന്ത്യയിലെ ലാൻഡ് ഫോംസ്, ഇതൊക്കെ യു പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. യു പി എസ് സി പറഞ്ഞ കാര്യങ്ങളൊക്കെ യു പി എസ് സി ചോദിക്കാറുണ്ട്. ഇനി വേൾഡ് എടുക്കുകയാണെങ്കിൽ വേൾഡിൽ യു പി എസ് സി പലപ്പോഴും ചോദിക്കാറുള്ളത് ഈ പറയുന്ന ഈ ഒരു വേൾഡിൻ്റെ ലാസ്റ്റ് 2 years ആയിട്ട് എടുക്കുകയാണെങ്കിൽ വേൾഡിലെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം യു പി എസ് സി ചോദിക്കുകയാണ്. ഈ പറയുന്ന കോങ്കോ ബേസിൻ്റെ റിവറും ഇപ്പുറത്ത് അത്തരത്തിലുള്ള മറ്റു ചോദ്യങ്ങൾ യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഈ വേൾഡ് ജോഗ്രഫിയിലെ വേൾഡ് വാട്ടർ ബോഡീസ് യു പി എസ് സി ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഈ പറയുന്ന എക്കണോമിക് ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ പറയുന്ന മിനറൽസ് യു പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ലാസ്റ്റ് 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി വേരിയസ് മിനറൽസ്, അത് മേജർ അല്ലാത്ത മൈനർ മിനറൽസിനെ പറ്റി യു പി എസ് സി എന്താക്കിയിട്ടുണ്ട്, യു പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലാസ്റ്റ് ഇയറൊക്കെ റോഡ് വേസ്, ഗതിശക്തി, ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പോർട്ട് വേരിയസ് ആയിട്ടുള്ള പോർട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന റെയിൽവേ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വന്ദേ ഭാരതൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് റെയിൽ റിലേറ്റഡ് ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഏവിയേഷൻ സെക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കണക്ടിവിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് യു പി എസ് സിയുടെ മറ്റൊരു പ്രയോറിറ്റി ഏരിയ ആണ്. സോ ജോഗ്രഫിയിൽ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. സോ ദാറ്റ്സ് അനദർ ഫോക്കസ് ഏരിയ. പിന്നെ അടുത്ത് നമ്മുടെ അഗ്രികൾച്ചർ ടോപ്പിക്കാണ്. സോ അഗ്രികൾച്ചറിൽ ബേസിക്കലി യു ക്യാൻ സി അഗ്രികൾച്ചറിൽ ബേസിക്കലി ഡിഫറെൻറ്റ് ക്രോപ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ, എന്താണ് ഈ ക്രോപ്പിന് വേണ്ട കണ്ടീഷൻസ്, ഈ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഏത് ക്രോപ്പാണ് ഉണ്ടാവുക ചോദിക്കാറുണ്ട്. പിന്നെ ക്രോപ്പ് സീസണെ പറ്റി അവർ ചോദിക്കാറുണ്ട്. പിന്നെ യു പി എസ് സിയുടെ മറ്റൊരു ഫേവറേറ്റ് ടോപ്പിക് എന്നുള്ളത് ഈ പറയുന്ന ക്ലൈമാറ്റ് ഫ്രണ്ട്ലി അഗ്രികൾച്ചറാണ്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ക്ലൈമാറ്റ് ഫ്രണ്ട്ലി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പെർമാകൾച്ചർ ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിസ്റ്റം ഓഫ് റൈസ് ഇൻറ്റൻസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ല ഈ പറയുന്ന ഈ കൺസർവേഷൻ അഗ്രികൾച്ചർ തുടങ്ങിയ റിലേറ്റഡ് കാര്യങ്ങൾ യു പി എസ് സി ചോദിക്കാറുണ്ട്. സോ ക്ലൈമാറ്റ് ഫ്രണ്ട്ലി അഗ്രികൾച്ചറിലായിട്ട് മറ്റൊരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. പിന്നുള്ളത് അഗ്രികൾച്ചറൽ പിന്നെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ മാക്സിമം വേൾഡിൽ റൈസ് എക്സ്പോർട്ട് ചെയ്തത് എവിടുത്തേക്ക്, ഏത് കൺട്രിയാണ്, പിന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനോ, അത്തരം കാര്യങ്ങൾ യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഓവറോൾ പാമിനെ പറ്റിയിട്ടോ കാര്യങ്ങളൊക്കെ യു പി എസ് സി ചോദിക്കുകയാണ്. സോ ദാറ്റ്സ് അനദർ ടോപ്പിക്. പിന്നെയാണ് നമ്മൾ ആഫ്റ്റർ അഗ്രികൾച്ചർ നമുക്കുള്ളത് ഈ പറയുന്ന എൻവയോൺമെൻ്റ് ആണ്. സോ റിഗാർഡിങ് എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റ് ബേസിക്കലി ഈ പറയുന്ന പ്രയോറിറ്റി ഏരിയസ് നമ്പർ 1 ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിൽ സ്പീഷ്യസ്, പ്ലാന്റ് സ്പീഷ്യസും അനിമൽ സ്പീഷ്യസും ഉണ്ട്. അപ്പോൾ ഓഫ് ദി ലാസ്റ്റ് 2-3 ഇയർ ആയിട്ട് യു പി എസ് സി വളരെ സ്പെസിഫിക് ആയിട്ട് സ്പീഷ്യസ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു പ്രത്യേക ബിഹേവിയർ എന്നിട്ട് ഏത് സ്പീഷ്യസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്പീഷ്യസ് ബിഹേവിയർ യു പി എസ് സി എന്താക്കിയിട്ടുണ്ട്, യു പി എസ് സി അത് ചോദിച്ചിട്ടുണ്ട്. ഫൈൻ. പിന്നെ യു പി എസ് ചോദിക്കുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഈ പറയുന്ന നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കമ്മ്യൂണിറ്റി റിസർവ്, കൺസർവേഷൻ റിസർവ്, ഈ റാംസാർ സൈറ്റ്സ്, ബയോസ്ഫിയർ റിസർവ്, അത്തരത്തിലുള്ള ഒരുപാട് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ യു പി എസ് സി ചോദിക്കുകയാണ്. പിന്നെയുള്ളത് വേരിയസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻസ് ആണ്. സോ ഈ പറയുന്ന ആക്റ്റുകൾ, അല്ലേ, ഈ പറയുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, EPA, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ ഒരുപാട് ആക്റ്റുകളെ പറ്റി യു പി എസ് എന്താക്കുകയാണ്, യു പി എസ് സി കാര്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നെയുള്ളത് ബേസിക്കലി പൊല്യൂഷൻ ആൻഡ് ആൻറ്റി പൊല്യൂഷൻ ആണ്. സോ ഡിഫറെൻറ്റ് കോസസ് ഫോർ പൊല്യൂഷൻ, റീസൺ ബിഹൈൻഡ് പൊല്യൂഷൻ, ആ പൊല്യൂഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ യു പി എസ് ഇതാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ യു പി എസ് സി പറയുന്ന ഇതിൽ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. യു പി എസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ആഫ്റ്റർ പൊല്യൂഷൻ മറ്റൊരു ടോപ്പിക് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ച് എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് പിന്നെ അതിന് കാരണമായിട്ടുള്ള ഗ്യാസസ്, അല്ല പിന്നെ അതിൻ്റെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇത്തരം ഇനീഷ്യേറ്റീവ് ചോദിക്കാറുണ്ട്.
പിന്നെ അതുപോലെ മറ്റൊരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻസും അവരുടെ ട്രീറ്റീസ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ, ഈ ക്ലൈമാറ്റ് ആക്ഷൻ സമ്മിറ്റ്, ക്ലൈമാറ്റ് ട്രാക്കർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഫോറസ്റ്റ് UPSC ചോദിച്ചതാണ്. സോ ബേസിക് സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ദർ. ആൻഡ് ലാസ്റ്റ്ലി എൻവയോൺമെൻറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ന്യൂ കൺസെപ്റ്റ്, പുതിയൊരു എൻവയോൺമെൻറ്റൽ ടേമോ കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ മിയാവാക്കി അല്ലെ, ബയോ റോക്സ്, ഇത്തരം ടേംസ് ഉണ്ട്. ഗ്രീൻ വാഷിംഗ് കൺസെപ്റ്റ് ഉണ്ട്. സോ സച്ച് വോൾബാച്ചിയ ഉണ്ട്. ഇത്തരം പുതിയൊരു ടേംസ് UPSC എന്താണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടേംസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. സോ വി ഷുഡ് കീപ് ദാറ്റ് തിങ് ഇൻ അവർ മൈൻഡ് ഓൾസോ. ദാറ്റ്സ് റിഗാർഡിങ് എൻവയോൺമെൻറ്റ്. ആഫ്റ്റർ എൻവയോൺമെൻറ്റ് നമ്മുടെ മറ്റൊരു ടോപ്പിക് നമ്മുടെ ഈ പറയുന്ന എക്കോണമിയാണ്. സോ എക്കോണമിയിൽ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ അറൗണ്ട് ഈ പറയുന്ന ഒരു പഴയ ഒരു ട്രെൻഡ് തന്നെയാണ്. അറൗണ്ട് 50% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാറ്റിക്കും അറൗണ്ട് 50% ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡൈനാമിക്കുമാണ്. അപ്പോൾ അതിൽ ബേസിക്കലി ഈ പറയുന്ന എക്കണോമിക് ചോദ്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ബാങ്കിങ് സെക്ടർ, RBM റിലേറ്റഡ് ടോപ്പിക്സും UPSCയുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഇൻഫ്ലേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് UPSCയുടെ മറ്റൊരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. പിന്നെ UPSC പലപ്പോഴും ചോദിക്കാറുള്ളത് ഈ പറയുന്ന ഈ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, GSEC ഇത്തരത്തിലുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻസിനെ പറ്റി UPSC എന്താക്കാറുണ്ട്, UPSC ചോദിക്കാറുണ്ട്. പിന്നെ കറൻസി റിലേറ്റഡ് ചോദ്യം UPSC ഫേവറേറ്റ് ആണ്. അപ്പം ഡിജിറ്റൽ കറൻസി CBDC ചോദിച്ചിട്ടുണ്ട്, റീറും നീറും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള മറ്റ് കറൻസി റിലേറ്റഡ് ചോദ്യങ്ങൾ UPSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോ കറൻസി ഈസ് എ ഫേവറേറ്റ് ടോപ്പിക് ഓഫ് ദിസ് UPSC. ഫൈൻ. പിന്നെ എക്കണോമിയിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് ഈ കറണ്ട് റിലേറ്റഡ് ഇവൻറ്റ്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇവൻറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള LTR, RBIയുടെ ചില ഇനീഷ്യേറ്റീവ്സ്, സച്ച് ക്വസ്റ്റ്യൻസ് ആർ ബി ആസ്ക്ഡ്. അപ്പോൾ കറണ്ടിൻ്റെ ഒരു അതിപ്രസരം പലപ്പോഴും നമുക്ക് അറൗണ്ട് 50% ക്വസ്റ്റ്യൻസിൽ ഒരു കറണ്ടിൻ്റെ അതിപ്രസരം നമുക്ക് കാണാം ഇൻ ദിസ് എക്കണോമി ടോപ്പിക്. ആഫ്റ്റർ എക്കോണമി നമ്മുടെ അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഈ പറയുന്ന ഈ IR റിലേറ്റഡ് കാര്യങ്ങളാണ്. അപ്പോൾ IR റിലേറ്റഡ് ടോപ്പിക്സിൽ യു ക്യാൻ സീ ഹിയർ ഫസ്റ്റ് ഈസ് ബേസിക്കലി നമ്മുടെ ഈ പറയുന്ന ഈ ഇൻ്റർനാഷണൽ ബോഡീസ് ആണ്. അപ്പോൾ അതിൽ ഗ്ലോബലും ആകാം, റീജിയണൽ ബോഡീസും ആകാം. നമ്പർ 1. നമ്പർ 2 ഇൻ്റർനാഷണൽ കൺവെൻഷൻസും ട്രീറ്റീസും പ്രോട്ടോക്കോളും അഗ്രിമെൻറ്റ്സും ആകാം. സോ ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UN കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷനും UN ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈംസും ഒരുപാട് UNൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന മറ്റു റീജിയണൽ ബോഡീസ് ആയിട്ടുള്ള ഈ പറയുന്ന ബ്രിക്സ്, ബിംസ്റ്റെക്, സാർക്ക് അത്തരം ബോഡി, EU പോലുള്ള ബോഡീസ് ചോദിച്ചിട്ടുണ്ട്. G20 പോലുള്ള ബോഡീസ്, ഗ്ലോബൽ ഗ്രൂപ്പിംഗ്, ഒരുപാട് ഡൈവേഴ്സ് ഗ്രൂപ്പുള്ള G20 പറ്റിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്തരം ഗ്രൂപ്പിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷൻസും അഗ്രിമെൻറ്റ്സും ട്രീറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അവർ പലപ്പോഴും ചോദിക്കാറുള്ളത് IRൽ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി റിലേറ്റഡ് ആണ്. ഇന്ത്യയുടെ ബൈലാറ്ററൽ റിലേഷൻ എങ്ങനെ, ഒരു കൺട്രി പെർട്ടിക്കുലർ കൺട്രി ആയിട്ട് ഇന്ത്യയുടെ ബൈലാറ്ററൽ റിലേഷൻ എങ്ങനെയാണ്. ഇന്തോ US ആകാം, ഇന്തോ ജപ്പാൻ ആകാം, ഇന്തോ ഓസ്ട്രേലിയ ആകാം, ഇന്തോ ഫ്രാൻസ് ആകാം. പിന്നെ ഓവറോൾ ആയിട്ട് ഇന്ത്യയുടെ ഒരു ഓവറോൾ പിന്നൊരു പോളിസിയും, അപ്പോൾ ലുക്ക് വെസ്റ്റ്, ലുക്ക് ഈസ്റ്റ്, ആക്ട് ഈസ്റ്റ്, കണക്ട് സെൻട്രൽ, അത്തരത്തിലുള്ള ഓവറോൾ ഫോറിൻ പോളിസി പലപ്പോഴും അതിൻ്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടേം യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലെ കൺസെപ്റ്റ് എന്താക്കാണ് അവർ ചോദിക്കുകയാണ്. ഫൈൻ. പിന്നെ ബേസിക്കലി ഈ പറയുന്ന IR ചോദിക്കാറുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അപ്പോൾ പ്ലേസസ് ഇൻ ന്യൂസിൽ ഉള്ള ഏരിയാസ് എന്നുള്ളത് ബേസിക്കലി ഒന്ന് സിവിൽ വാർ നടക്കുന്ന സ്ഥലങ്ങളാണ്. സോ കൺട്രിയുടെ ഉള്ളിലെ വാറാണ്. 2 പൊളിറ്റിക്കൽ വാർ, പുറത്ത് കിടക്കുന്ന പൊളിറ്റിക്കൽ വാർ ഉണ്ട്. കൺട്രി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ പറയുന്ന ഇസ്രായേൽ, പലസ്തീന്, അസർബൈജാൻ, അർമേനിയ, ഈ പറയുന്ന റഷ്യ, ഉക്രൈൻ, ഇത്തരത്തിലുള്ള പല വാർ നടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള എക്സ്റ്റേണൽ വാർ, അത്തരം ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പിന്നെ ബേസിക്കലി ഈ പറയുന്ന ഈ ഡിസ്ട്രസ് ഏരിയാസ്, അതായത് ഹങ്കറും ഫെമൈനൊക്കെ ഉള്ള ഡിസ്ട്രസ് ഏരിയാസ് മറ്റൊരു പ്രയോറിറ്റി ഏരിയ ആണ്. പിന്നെ കൂപ്പ് നടന്നിട്ടുള്ള ഏരിയ എന്താണ്, അത് ഒരു അട്ടിമറി നടന്ന പ്രധാനപ്പെട്ട ഏരിയ ആണ്. പിന്നെ ബേസിക്കലി ഉള്ളത് ഈ പറയുന്ന ഈ ടെററിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന മറ്റു ചില ഏരിയാസാണ്. പിന്നെ ഈ പ്ലേസസ് ഇൻ ന്യൂസിൽ ബേസിക്കലി ജനാധിപത്യ ബന്ധപ്പെട്ട മറ്റ് ഇവൻറ്റ്സ്, ഇലക്ഷൻ നടക്കുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ബേസിക്കലി ഇതിലവർ ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് റിഗാർഡിങ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആസ് വെൽ ആസ് പ്ലേസസ് ഇൻ ന്യൂസ്, ദാറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻ. പിന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന ചില ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ആണ്. സോ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവോ ഗവൺമെൻറ് സ്കീംസ് ഒക്കെ ആയിരിക്കാം. ഈ പറയുന്ന ഗവൺമെൻറ് ബോഡീസിനെ പറ്റിയിട്ടുള്ള ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സോ വി ഷുഡ് ബി ഏബിൾ ടു സോൾവ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് സച്ച് ഒരു മിസലേനിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പലപ്പോഴും. നമ്മൾ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത അത്തരം ചോദ്യങ്ങൾ വി ഷുഡ് ബി ഏബിൾ ടു സോൾവ്. പിന്നെ നമ്മൾ ബേസിക്കലി കറണ്ട് അഫയേഴ്സ് ആണ്. സോ വി ഹാവ് മെൻഷൻ ഹൗ ടു ഹാൻഡിൽ വിത്ത് ദി കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. സോ ഇഫ് യു ആർ ഏബിൾ ടു സോൾവ് ക്വസ്റ്റ്യൻ ഫ്രം വേരിയസ് ദീസ് ടോപ്പിക്, നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ടു ക്ലിയർ യുവർ എക്സാമിനേഷൻ. സോ ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രയോറിറ്റി ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താക്കണം, നമ്മൾ അപ്രകാരം കാര്യങ്ങൾ
ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.